റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്നതിൽ ചില മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞാൽ ചൊറിയണം ദേഹത്ത് കൊണ്ടാൽ ഉണ്ടാവുന്നത് പോലത്തെ ചൊറിച്ചിലാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്, ഈവൻ നമ്മുടെ മലയാളികൾക്കിടയിൽ പോലും ഉണ്ടാകും അത്തരക്കാര്. എന്താണ് അവർക്ക് പറ്റിയത് എന്ന് നിങ്ങളിൽ പലരും അതൊക്കെ കണ്ട് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് പേർക്ക് സഹിക്കുന്നില്ല പുടിന്റെ വരവ്. പുടിനും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച വലിയൊരു മണ്ടത്തരമാണെന്നും വലിയ പരാജയമാണെന്നും വെസ്റ്റേൺ രാജ്യങ്ങളെയും അമേരിക്കയും ചൊടിപ്പിക്കുമെന്നും ഒക്കെ ഒരുപാട് ആളുകൾ കമന്റുകൾ ചെയ്യുന്നു, പ്രതികരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ചുറ്റിനും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഒന്നാമത്തെ കാര്യം, ജിയോ പൊളിറ്റിക്സിനകത്ത് സ്ഥിരമായ സുഹൃത്തുക്കളുമില്ല ശത്രുക്കളുമില്ല എന്ന ആ ഒരു വാക്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഏത് വിഷയത്തെ നോക്കിക്കാണാൻ. ഇവിടെ ഇന്ത്യ റഷ്യ റിലേഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്ഥിരമായ സുഹൃത്തുമില്ല ശത്രുവുമില്ല എന്ന തത്വത്തിനെ പലപ്പോഴും മറികടന്നിട്ടുള്ള ഒരു സൗഹൃദമാണ്. പല പ്രതിസന്ധികളെയും മറികടന്നിട്ടുള്ള ഒരു സൗഹൃദമാണ്. കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെയായിട്ട് വളരെ ശക്തമായിട്ട് തുടരുന്ന സൗഹൃദമാണ് ഇന്ത്യ റഷ്യ സൗഹൃദം. പല ക്രിട്ടിക്കൽ സമയങ്ങളിലും 1971 മാത്രമല്ല, പല സന്ദർഭങ്ങളിലും റഷ്യ ഇന്ത്യക്ക് സഹായമായിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പുടിനും മോദിയും തമ്മിൽ കണ്ടാൽ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടില്ല, വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, അവർക്ക് ദേഷ്യം വരും, അവർ ഇന്ത്യയെ പിടിച്ച് മൂക്കി കയറ്റിക്കളയുമെന്നൊക്കെ കുറെ ആൾക്കാർ പറയാറുണ്ട്. എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് എനിക്കറിയില്ല. അമേരിക്കയുടെ ഇഷ്ടങ്ങൾ നോക്കി, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇഷ്ടങ്ങൾ നോക്കി, അവരുടെ അനുമതി ചോദിച്ചിട്ട് ഇന്ത്യ തീരുമാനമെടുക്കുന്ന കാലം കഴിഞ്ഞു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അതാണ് ഇന്ത്യ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് എന്താണ് വേണ്ടത്, ഇന്ത്യയുടെ ആവശ്യം എന്താണെന്ന് ഇന്ത്യ തീരുമാനിക്കും. ഏത് രാജ്യങ്ങളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കണം, ഏത് ലോക നേതാക്കളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണണം, ഏത് വ്യക്തികളെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണം, എവിടെ നരേന്ദ്രമോദി പങ്കെടുക്കണം, ഏത് രാജ്യത്തിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങണം, ഇതൊക്കെ ഇന്ത്യ തീരുമാനിക്കും. അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും ഫോൺ കോളിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ കാത്തിരുന്ന കാലം അവസാനിച്ചു. ഇന്ത്യ തീരുമാനിക്കും എന്ന് തന്നെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ബ്രിട്ടീഷുകാരുടെയും സായിപ്പന്മാരുടെയും അമേരിക്കക്കാരുടെയും പാദസേവ ചെയ്ത് അവരുടെ കാല് പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സായിപ്പ് പറയുന്നത് മാത്രമാണ് ശരി, സായിപ്പ് മാത്രമാണ് ബുദ്ധിയുള്ള ആള് എന്ന് കരുതുന്ന പടുവിഡ്ഢികൾക്ക് ചിലപ്പോ സായിപ്പന്മാര് പറയുന്നതും ചെയ്യുന്നതും മാത്രമേ അവർക്ക് ശരിയായി കാണാൻ കഴിയൂ. ഇന്ത്യയുടെ തീരുമാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. ഇവിടെ ഇന്ത്യയുടെ നിലപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, അതിപ്പോ നരേന്ദ്രമോദിയായിട്ട് തുടങ്ങിയതല്ല, ആദ്യകാലം മുതൽ തന്നെ നമുക്ക് സഹായകരമായിട്ട് നിന്നിട്ടുള്ളൊരു രാജ്യം റഷ്യയാണ്. സായിപ്പന്മാരെ നമ്മൾ അകറ്റി നിർത്തിയതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഏകദേശം 2 നൂറ്റാണ്ട് കാലം ഇന്ത്യയിൽ വന്ന് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തെ കൊള്ളയടിച്ച് മുടിപ്പിച്ചിട്ടാണ് സായിപ്പന്മാർ ഇവിടെ നിന്ന് പോയത്. ഇപ്പോൾ നമ്മൾ ലളിതമായി പറഞ്ഞാൽ 12ാം നൂറ്റാണ്ട് വരെ ലോകത്തെ ടോട്ടൽ GDP-യുടെ 30% കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആയിരുന്നെങ്കിൽ 12ാം നൂറ്റാണ്ടിന് ശേഷം വൈദേശിക ആക്രമണങ്ങൾ ഇന്ത്യയിൽ കൂടുതലായിട്ട് വരുന്നു. മുഗൾ സാമ്രാജ്യമൊക്കെ ഇവിടെ സ്ഥാപിക്കപ്പെട്ട കാലഘട്ടത്തിൽ പോലും നമ്മുടെ ടോട്ടൽ വേൾഡിലെ GDP ഷെയർ എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യമൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ളതിനേക്കാൾ ഒരല്പം കുറഞ്ഞെങ്കിലും 20-25% ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കാല് കുത്തിയതോടെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ഇല്ലാതായി, ഇന്ത്യ പൂർണ്ണമായും കൊള്ളയടിക്കപ്പെട്ടു, ഇന്ത്യയിലെ ധനം മുഴുവൻ മോഷ്ടിക്കപ്പെട്ടു. ഇന്ത്യയെ ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ നിന്ന് ട്രില്യൺ കണക്കിന് ഡോളർ കൊണ്ടുപോയിട്ട് അവരുടെ നാടിനെ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. ഇന്ത്യയെ ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചതുപോലെ പല യൂറോപ്യൻ രാജ്യങ്ങളും ലോകത്തെ പല രാജ്യങ്ങളെയും കൊള്ളയടിച്ച് ഉണ്ടാക്കിയെടുത്ത സോ കോൾഡ് സാമ്രാജ്യമാണ് ഇന്നത്തെ യൂറോപ്യൻ യൂണിയനും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്ത സമ്പത്തും അല്ലെങ്കിൽ നേട്ടങ്ങളുമല്ല, കൊള്ളയായിരുന്നു. അതായത് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഈ യൂറോപ്യൻസ് ഒരു കാലത്ത് കൊള്ളക്കാരായിരുന്നു. ചരക്ക് കപ്പലുകൾ കൊള്ളയടിക്കുന്ന കൊടും കൊള്ളക്കാരായിരുന്നു. അങ്ങനെ ആദ്യം ചരക്ക് കപ്പലുകൾ കൊള്ളയടിച്ചു തുടങ്ങി, പിന്നീട് കപ്പൽ ശാലകളിൽ കയറി കൊള്ളയടിച്ചു തുടങ്ങി, തുറമുഖങ്ങളിൽ കൊള്ളയടിച്ചു, രാജ്യങ്ങൾ കൊള്ളയടിച്ചു, പിന്നെ പിടിച്ചടക്കി. അങ്ങനെ വളർന്ന ഒരു ചരിത്രമാണ്, കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ചരിത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. ആവശ്യത്തിലേറെ ധനവും സമ്പത്തും കൈവന്നതോടെ സ്വാഭാവികമായിട്ടും ആ യൂറോപ്യൻ സിവിലൈസേഷനും വളരാൻ തുടങ്ങി. അവിടെ സയൻസും ടെക്നോളജിയും ഒക്കെ ഉണ്ടായി, ഡെവലപ്മെന്റ്സ് ഉണ്ടായി. അവരിന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണെന്നതിൽ ആർക്കും ഒരു തർക്കവുമില്ല. അതിന്റെ ഭാഗം തന്നെയാണ് ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പോലും. യൂറോപ്യൻസ് ആണ് മെയിനായിട്ട്, യൂറോപ്യൻ വംശത്തിൽപ്പെട്ടവരാണ് അമേരിക്ക പോലും ഇന്ന് ഭരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള അവിടുത്തെ മനുഷ്യരുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് അവരെ കൊന്നു തള്ളിക്കൊണ്ട്, റെഡ് ഇന്ത്യൻസിനെ കൊന്നു തള്ളിക്കൊണ്ട് സായിപ്പ് കെട്ടിപ്പൊക്കിയ സാമ്രാജ്യമാണ് അമേരിക്കൻ സാമ്രാജ്യം. ആ റെഡ് ഇന്ത്യൻസിന്റെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് വൈറ്റ് ഹൗസിൽ നിന്നുകൊണ്ട് ഇന്നത്തെ പ്രസിഡന്റ് ട്രംപ് അടക്കം സംസാരിക്കുന്നത്.
കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അവിടെയുള്ള പ്രാദേശിക മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടാണ് യൂറോപ്യൻസ് അവരുടെ ആധിപത്യം സ്ഥാപിച്ചത്. അവർക്ക് അതിന് കഴിയാതെ പോയത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ മാത്രമാണ്. ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ ഇപ്പോൾ മ്യാൻമാർ അടക്കം അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അടക്കം പല പ്രദേശങ്ങളിലും യൂറോപ്യൻസിന് കാര്യമായിട്ട് അവരുടെ ആധിപത്യം നിലനിർത്താൻ കഴിഞ്ഞില്ല. അതിന് ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന റീജിയൻസ് എടുത്ത് നോക്കിയാൽ മതി. യൂറോപ്യൻസ് തൊട്ടിട്ടില്ല ആ ഏരിയയിൽ, അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള സകല പ്രദേശങ്ങളെയും അവർ കൊള്ളയടിച്ച് അവരുടേതാക്കി എടുത്തു. ഇവിടെ റഷ്യയുടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയെ ഒരിക്കലും ചരിത്രത്തിൽ ആക്രമിക്കാത്തൊരു രാജ്യമാണ് റഷ്യ. ഞാൻ ഈ പറയുന്നത് 1947 ശേഷമുള്ള കാര്യമല്ല. എത്ര നൂറ്റാണ്ടുകൾ നമ്മൾ പുറകിലേക്ക് പോയാലും റഷ്യ എന്ന് പറയുന്ന രാജ്യം, അല്ലെങ്കിൽ ആ റഷ്യ എന്ന് പറയുന്ന ഇന്നത്തെ ഭൂമിശാസ്ത്രപരമായി നമ്മൾ വേർതിരിച്ചിരിക്കുന്ന ആ ഒരു രാജ്യത്തിന്റെ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരൊന്നും തന്നെ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ദൂരമുള്ളത് കൊണ്ടാകാം, ജിയോഗ്രഫിക്കലായിട്ട് തന്നെ ഒരുപാട് തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാവാം. എന്തുകൊണ്ടാണെങ്കിലും ഒരു കാലത്തും ഇന്ത്യ ആക്രമിക്കാൻ റഷ്യ വന്നിട്ടില്ല. അപ്പൊ ആ റഷ്യയുമായിട്ടാണ് ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി മുതലുള്ള എല്ലാവരും സൗഹൃദം നിലനിർത്തി പോകുന്നത്. റഷ്യയും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ സമയത്തിന് ശേഷം, അന്ന് റഷ്യ എന്നല്ല, നമ്മൾ സോവിയറ്റ് യൂണിയൻ എന്നാണ് വിളിക്കുന്നത്. സോ അവരുമായിട്ട് ഒരു സൗഹൃദം പുലർത്തി പോകുന്നു. പിന്നീട് ഇങ്ങോട്ട് ഇപ്പോ പുടിൻ വരെയുള്ള നമ്മൾ നേതാക്കളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എല്ലാ കാലവും റഷ്യയുമായി സഹകരിച്ചിട്ടുണ്ട്, റഷ്യ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. അമേരിക്ക എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് വേണ്ടത് സുഹൃത്തുക്കളെയോ പാർട്ട്നേഴ്സിനെയോ അല്ല, സാമന്തരെയാണ്. അവർക്ക് എപ്പോഴും അവരുടെ കാൽക്കീഴിൽ നിൽക്കണം എല്ലാവരും, അവരുടെ മുകളിലോ ഒപ്പത്തിനൊപ്പമോ എത്തരുത്. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. യൂറോപ്യൻ ലീഡേഴ്സ് പ്രസിഡന്റ് ട്രംപിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് അമേരിക്കയിലുള്ള ഈ ട്രംപിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പോലെയാണ് വന്നിരിക്കുന്നത്. അതിപ്പോ നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയാലും ശരി, ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആണെങ്കിലും ശരി, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ആരാണെങ്കിലും അവരൊക്കെ വന്നിരിക്കുന്നത് ട്രംപ് ബോസിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരും എന്നതുപോലെയാണ് വന്നിരിക്കുന്നത്. അത്ര വാല്യൂവേ അമേരിക്ക അവർക്ക് കൊടുക്കുന്നുള്ളൂ. അതിപ്പോ കാനഡയ്ക്ക് ആയിക്കോട്ടെ, കാനഡയുടെ പ്രധാനമന്ത്രി എന്തെല്ലാമാണ് ട്രംപ് പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ഒരക്ഷരം ഇന്നേ വരെ പറയാനുള്ള ധൈര്യം ട്രംപ് കാണിച്ചിട്ടുണ്ടോ? ചൈനീസ് പ്രസിഡന്റിനെ കുറിച്ച് ഒരു അക്ഷരം മോശമായി പറഞ്ഞിട്ടുണ്ടോ? റഷ്യൻ പ്രസിഡന്റ് പുടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? റഷ്യൻ എക്കണോമി തകർന്നു എന്ന് പറയും, ചിലപ്പോൾ ഇന്ത്യൻ എക്കണോമി മോശമാണെന്ന് പറയും. അപ്പോഴും എനിക്ക് മോദിയുമായി നല്ല ബന്ധമുണ്ട്, ഷി ജിൻപിങ്ങുമായി നല്ല ബന്ധമുണ്ട്, പുടിനുമായി നല്ല ബന്ധമുണ്ട്. എന്തിന്? നമ്മുടെ കിം ജോങ് ഉൻ ഉത്തര കൊറിയൻ ഭരണാധികാരിയെ കുറിച്ച് ഒരു അക്ഷരം മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ആർക്കൊക്കെ എതിരെയാണെന്ന് അറിയാമോ? കനേഡിയൻ പ്രൈം മിനിസ്റ്ററിനെ പുച്ഛിച്ച് കളഞ്ഞിട്ടുണ്ട്, യൂറോപ്യൻ ലീഡേഴ്സിനെ നാണം കെടുത്തി വിട്ടിട്ടുണ്ട്, ഉക്രൈൻ പ്രസിഡന്റിനെ അപമാനിച്ച് വിട്ടിട്ടുണ്ട്. അതായത് ട്രംപിനറിയാം താഴെ നിൽക്കുന്ന ആൾക്കാർ, അതായത് ട്രംപിന്റെ സാമന്തരായിട്ടുള്ള ആൾക്കാർക്ക് പുല്ലുവലിയെ ട്രംപ് കൊടുക്കൂ. ഇപ്പോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കും അതുപോലെ മിലിറ്ററി ചീഫ് ഉണ്ടല്ലോ അസീം മുനീറിനും ട്രംപ് ഭയങ്കരമായിട്ട് സ്നേഹം വാരിക്കോരി കൊടുത്തിട്ട് മൈ ബോയ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്, എന്റെ ചെറുക്കനാണ്. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, മൈ ഫേവറേറ്റ് ഫീൽഡ് മാർഷൽ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ പയ്യനാന്നേ, എന്റെ പ്രിയപ്പെട്ടവനാണ്. അവിടെ അസീം മുനീർ ബോസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഭൃത്യനെ പോലെയാണ്, അത്ര വാല്യൂ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ അമേരിക്കയെ താങ്ങി ജീവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളെ താങ്ങി ജീവിക്കുന്നവർക്ക് എന്നും അങ്ങനെ ജീവിക്കാം. ഒരു ഉദാഹരണം ജർമ്മനിയും അതുപോലെ ജപ്പാനുമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പും ആ സമയത്തുമൊക്കെ എത്ര പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളായിരുന്നു. ഇന്ന് അമേരിക്കയുടെ എച്ചിൽ നിന്ന് കഴിയുന്ന രാജ്യങ്ങളെക്കാൾ കേവലമാണ്. ജപ്പാനൊക്കെ എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു ഹിസ്റ്ററിയിൽ തന്നെ. നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എന്തൊരു ചരിത്രമുള്ള രാജ്യമാണ് ഈ ജപ്പാൻ, ജർമ്മനിയൊക്കെ. ആ രാജ്യങ്ങൾ ഇന്ന് വെറും അമേരിക്കയുടെ എച്ചിൽ തിന്നുന്ന ആൾക്കാരെ പോലെയാണ്, അങ്ങനത്തെ രാജ്യങ്ങളാണ്. അമ്മാതിരി മോശമായിട്ടാണ് അമേരിക്ക അവരൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. ഈവൻ സൗത്ത് കൊറിയ എന്താണ് അമേരിക്കയുടെ മറ്റൊരു സാമന്ത രാജ്യം. അമേരിക്കയുടെ സുഹൃത്തുക്കളുടെ പേരാണ് ഞാൻ പറയുന്നത്. ബ്രിട്ടന് സ്വന്തമായിട്ട് വീറ്റോ ഉപയോഗിക്കാനുള്ള ഒരു അവകാശം ഇന്നുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിക്കും ബ്രിട്ടൻ ഇന്ന് വീറ്റോ പവർ യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സകല യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് അമേരിക്കയുടെ കൺട്രോളിലാണ്. പക്ഷേ റഷ്യ അമേരിക്കയുടെ കൺട്രോളിലാണോ? അല്ല. ഉത്തര കൊറിയ അമേരിക്കയുടെ കൺട്രോളിലാണോ? അല്ല. ചൈന അമേരിക്കയുടെ കൺട്രോളിലാണോ? അല്ല. ഇന്ത്യയാണോ? അല്ലേ അല്ല. ഉത്തര കൊറിയ നമുക്ക് വിടാം. ഉത്തര കൊറിയ റഷ്യയുടെ ഒരു സാമന്ത രാഷ്ട്രമായിട്ട് നമുക്ക് കാണാം. ചൈന, റഷ്യ, ഇന്ത്യ ഈ രാജ്യങ്ങളൊന്നും അമേരിക്കയുടെ കീഴിലുള്ള രാജ്യങ്ങളല്ല, സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ തൃപ്തിപ്പെടുത്തുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയില്ല. ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ് ചൈന എങ്കിൽ പോലും ചൈനയ്ക്ക് സ്വതന്ത്രമായ ഒരു ഫോറിൻ പോളിസി ഉണ്ട്. ചൈന അവരുടെ നയങ്ങൾ തീരുമാനിക്കും. റഷ്യ അവർക്ക് സ്വന്തമായ ഒരു ഫോറിൻ പോളിസി ഉണ്ട്.
റഷ്യ അവരുടെ നയങ്ങൾ തീരുമാനിക്കും. അതുപോലെ തന്നെയാണ് ഇന്ത്യ. അമേരിക്കയുടെ പാത സേവ ചെയ്തിട്ട് കിട്ടുന്ന വികസനം ഇന്ത്യക്ക് വേണ്ട. ഇന്ത്യ അമേരിക്കയുമായിട്ട് സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ട്, അമേരിക്കയുമായി ബിസിനസ് ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് ഇന്ത്യക്ക് ഒരുപാട് ബെനിഫിറ്റ്സും കിട്ടും, പ്രത്യേകിച്ച് എക്കണോമിക് ഗ്രോത്ത്. പക്ഷേ സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ അമേരിക്കയുടെ മുമ്പിൽ അടിയറവ് വെച്ചുകൊണ്ട് കിട്ടുന്ന വികസനമുണ്ടല്ലോ, ജപ്പാൻ മോഡൽ വികസനം, സൗത്ത് കൊറിയ മോഡൽ വികസനം, അത് ഇന്ത്യക്ക് ആവശ്യമില്ല. ആ വികസനത്തെക്കാൾ നല്ലത് സ്വന്തം നിലപാടിൽ ഉറച്ച് ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെ തൻ്റെ ഇടത്തോടെ ഒരു രാജ്യത്തിന് മുന്നിലും വഴങ്ങി കൊടുക്കാതെ നിൽക്കുന്ന ഒരു ഇന്ത്യ, ആ ഇന്ത്യയിൽ ജീവിക്കുമ്പോഴാണ് ഒരു ഇന്ത്യക്കാരന് അഭിമാനം ഉണ്ടാവുന്നത്. ആ ഇന്ത്യയിൽ ജീവിക്കുമ്പോഴാണ് സുരക്ഷിതത്വ ബോധം ഉണ്ടാവുന്നത്. ഒരു അമേരിക്കയുടെയും പ്രസിഡന്റിന്റെ കോളിന് വേണ്ടി ഇന്ത്യൻ പ്രസിഡന്റ് ഇനി കാത്തു നിൽക്കില്ല. അത് 2014 ഇന്ത്യയിലെ ജനങ്ങൾ എടുത്ത തീരുമാനമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുടിനുമായി കാണണമെന്ന് തോന്നിയാൽ കാണും. അത് ഇന്ത്യയിൽ വെച്ചെങ്കിൽ ഇന്ത്യയിൽ, അതങ്ങ് ചൈനയിൽ വെച്ചെങ്കിൽ അവിടെ, അത് റഷ്യയിൽ വെച്ചാണെങ്കിൽ അവിടെ വെച്ച് കാണും. ഒരു അമേരിക്കയ്ക്കും അതൃപ്തി തോന്നുന്നത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ആരെ കാണണമെന്ന് അയാൾക്ക് തീരുമാനിക്കാം, അവിടുത്തെ ജനങ്ങൾക്കും വേണമെങ്കിൽ തീരുമാനിക്കാം. യൂറോപ്യൻ ലീഡേഴ്സിന് ആരെ കാണണമെന്ന് അവർക്ക് തീരുമാനിക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെ കാണണമെന്ന് ഇന്ത്യ തീരുമാനിക്കും. ഇവിടെ ഇരിക്കുന്ന ഒരു സായിപ്പിന് വേണ്ടി ഒത്താശ ചെയ്യുന്ന ആൾക്കാരും അതിൽ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഇത്രയും കാലം അമേരിക്കയുടെ പാത സേവ ചെയ്തിട്ടല്ല ഈ രാജ്യം നിലനിന്നത്. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ മതി, ഒരൊറ്റ അമേരിക്കൻ എയർക്രാഫ്റ്റ് ഇതുവരെ ഇല്ല. അമേരിക്കയുടെ ചില ഡ്രോണുകൾ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്, അതും നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. മറിച്ച് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാർ ആരും തന്നെ അമേരിക്കയുമായിട്ട് ഒരു ഡിഫൻസ് ഡീലും നടത്തിയിട്ടില്ല. മോദി വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും US ഡിഫൻസ് ഡീൽ നടത്തുന്നത്. കാരണം US റിലേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്ക് എങ്ങനെ നേട്ടം ഉണ്ടാക്കാമെന്നാണ് മോദി നോക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അത് മോദി ചെയ്യും. അതാരും മോദിയെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും ടോപ്പിൽ നിന്നത് നരേന്ദ്രമോദി വന്ന് ഫ്രഞ്ച് നിർമ്മിത റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ Su-30 MKI എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത യുദ്ധവിമാനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോയതെന്ന് നമുക്ക് മറക്കാൻ പറ്റുമോ? നമുക്ക് പാകിസ്ഥാനുമായി യുദ്ധം വന്നാലും ചൈനയുമായി യുദ്ധം വന്നാലും നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കാൻ പോകുമായിരുന്ന ഒരു യുദ്ധവിമാനം Su-30 MKI ആയിരുന്നു. ഇന്നിപ്പോ നമുക്ക് റഫേൽ യുദ്ധവിമാനങ്ങൾ ഉണ്ട്, ശരിയാണ്, തേജസ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിൽ F-16 എന്ന് പറയുന്ന ഒരെണ്ണത്തിനും കാണാൻ പറ്റില്ല. ഇപ്പൊ F-35 അമേരിക്ക തരാമെന്ന് പറഞ്ഞാൽ ഇന്ത്യ വാങ്ങാൻ ചാൻസും ഇല്ല. നമ്മൾ ചരിത്രത്തിന്റെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ US കൂടുതൽ ഇന്ത്യ ഏറ്റവും അധികം ഡിഫൻസ് ഡീലുകൾ നടത്തിയിട്ടുള്ളത് റഷ്യയുമായിട്ടാണ്. ഇന്ത്യയുടെ S-400 എന്ന് പറയുന്നത് എന്തും മികച്ചൊരു ആയുധമാണെന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടു. അമേരിക്കയുടെ അടക്കം യുദ്ധവിമാനങ്ങൾ F-16 അടക്കം തവിട് പൊടി ആയതാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ലോകം കണ്ടത്. ചൈനീസ് ടെക്നോളജി, മറ്റേ സോകോൾഡ് തുർക്കി ടെക്നോളജി ഉണ്ടല്ലോ, തുർക്കിയുടെ ആധുനിക ഡ്രോണുകൾ, അതടക്കം തവിട് പൊടിയായി ഓപ്പറേഷൻ സിന്ദൂറിൽ. അപ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങൾ ഇന്ത്യ ഇപ്പൊ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തെടുത്താണെങ്കിലും മികച്ചവയാണെന്നതിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല നമ്മൾ US നിന്നും ആയുധങ്ങൾ വാങ്ങും. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്. 2014 റഷ്യയും വെസ്റ്റും തമ്മിൽ ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ലേ? യുക്രൈനുമായിട്ട് യുദ്ധം നടന്നില്ലേ? അതിനുശേഷം അതിന് മുമ്പും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും തന്നെ പ്രസിഡന്റ് പുടിനെ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇത് ആദ്യമായിട്ടാണോ കാണുന്നത്? യുക്രൈൻ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയും യൂറോപ്യൻസും കൂടെ ഉണ്ടാക്കി വെച്ച യുദ്ധമാണ്. അത് അവരങ്ങോട്ട് സഹിച്ചോണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അതിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന അസിം മുനീറിനെയും അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും വിളിച്ച് അത്താഴം ട്രംപിന് കൊടുക്കാമെങ്കിൽ ഇന്ത്യയും വ്ളാഡിമിർ പുടിനെ വിളിച്ച് ബിരിയാണിയും കൊടുക്കും, വേണ്ടി വന്നാൽ 2 ഷവർമയും കൊടുക്കും. അതിന്റെ പേരിൽ കുരു പൊട്ടുന്ന സായിപ്പന്മാരും അവരുടെ ഭൃത്യന്മാരും ഒരു സൈഡിൽ മാറിയിരുന്നങ്ങ് പൊട്ടിച്ചോണ്ടാ മതി. അതിന്റെ പേരിൽ ഈ രാജ്യത്തിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു അമേരിക്കയും ഒരു ചൈനയും ഒരു യൂറോപ്പിനെയും ഭയന്നുകൊണ്ട് ഈ രാജ്യം മുന്നോട്ട് പോവില്ല. അങ്ങനെ മുന്നോട്ട് പോയാൽ തന്നെ എത്ര കാലം പോകും? ഇവരുടെ പാത സേവ എത്ര കാലം ചെയ്യും? എത്ര വരെ നട്ടല്ലേ അവരുടെ മുമ്പിൽ വളയ്ക്കും? അതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്കെതിരെ ശബ്ദം ഉയർത്തേണ്ടി വരും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണകൂടം മുൻപുണ്ടായിരുന്ന പല ഭരണകൂടങ്ങളെയും അപേക്ഷിച്ച് അമേരിക്കയുടെയും വെസ്റ്റേൺ രാജ്യങ്ങളുടെയും താളത്തിനൊപ്പം തുള്ളുന്ന ഒരു ഭരണകൂടമല്ല, മറിച്ച് സ്വതന്ത്രമായ ഫോറിൻ പോളിസിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ രാജ്യം അതിശക്തമായി തന്നെ വളരും. അത് ആരുടെയും സേവ ചെയ്തുകൊണ്ടായിരിക്കില്ല. നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിയും നേടേണ്ടത് നമ്മൾ പൊരുതി നേടിയും തന്നെ മുന്നോട്ട് പോകും. നമുക്ക് അങ്ങനെ അമേരിക്കക്കാരുടെയും സായിപ്പന്മാരുടെയും പാത സേവ ചെയ്തിട്ടുള്ള ഒരു ശക്തിയും ഒരു വികസനവും ആവശ്യമില്ല. മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള ഡെവലപ്മെന്റ്സ് മതി. അതിന്റെ പേരിൽ ഇനിയിപ്പോൾ എന്തുണ്ടായാലും ഈ രാജ്യം അതിനെ നേരിടും. 1971 അമേരിക്ക നമുക്കെതിരെ വന്നില്ലേ? അന്ന് എന്ത് സംഭവിച്ചു? അതിന് ശേഷം എന്ത് സംഭവിച്ചു? നമ്മളെ പിടിച്ചങ്ങ് മൂക്കി കയറ്റിയോ?
അമേരിക്ക ഒരുപാട് ശ്രമിച്ചല്ലോ. ഇത്ര പോലും ഇന്ത്യ ശക്തമല്ലായിരുന്ന ഒരു കാലമാണത്. അമേരിക്ക ഇന്ത്യയെ പല കഷ്ണങ്ങളാക്കാൻ എത്രയോ ശ്രമിച്ചതാണ്. എന്നിട്ട് നടന്നോ? അന്ന് നടന്നില്ലെങ്കിൽ ഇന്നിനി ട്രംപിന്റെ എന്നല്ല, ട്രംപിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ കുഴിയിൽ നിന്ന് എണീറ്റ് വന്ന് നോക്കിയാലും നടക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.